ഞാനിതിന്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം സ്ക്രീൻ നമുക്ക്. സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ മതി കറക്റ്റ്. സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? അപ്പോൾ റെഡിയല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കുഴപ്പങ്ങൾ? അത് നമ്മുടെ സെഷൻ ഒന്നുകൂടി ഇന്ററാക്റ്റീവ് ആക്കിയാൽ ഒന്നുകൂടി രസത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ബേബ് സ്യൂട്ട് അതിൽ ഉണ്ടാവുക നമ്മൾ പോർട്ട് സിഗറിലാണ്. പോർട്ട് സിഗറിൽ പോയിട്ട് ബേബ് സ്യൂട്ടിന്റെ കമ്മ്യൂണിറ്റി എഡീഷൻ ആണ് നമ്മൾ നോട്ട് ചെയ്യുക. പ്രോ എഡീഷൻ ആണ്. പ്രോ ആകുമ്പോൾ ഒന്നുകൂടി വാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതില് അപ്പോൾ ഇതിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഗോ സ്ട്രെയിറ്റ് ഡൗൺവേർഡ്സ് ആക്കിയിട്ട് അതിൽ പ്രൊഫഷണൽ
എഡീഷന് ഡൗൺലോഡ് ചെയ്യേണ്ട. അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതിൽ ലൈസൻസ് കീ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും ഡൗൺലോഡ് ആയോ? കണ്ടിന്യൂ ചെയ്യട്ടെ? ആയോ? റെഡി ആയോ എല്ലാവർക്കും? ജസ്റ്റ് ഒരു തംസ് അപ്പ് എങ്കിലും ഇട്ടാൽ എനിക്കതൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇതൊന്നുമില്ലെങ്കിൽ ഞാനത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നവരാ. ഓക്കെ, എൻ്റെ ഈ വെബ്സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് ഇതിൽ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആയിട്ടായിരിക്കും കാണിക്കുക. അത് ജസ്റ്റ് നെക്സ്റ്റ് ഓപ്ഷൻ എത്തിയിട്ട് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ വരും. അപ്പോൾ ഞാനതിൽ ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി എഡീഷനാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വരുന്ന ഇന്റർഫേസ് ആണ് ഇങ്ങനെ വരാം. അപ്പോൾ ആകെ ഓരോ ഓപ്ഷനേ ഉള്ളൂ. ടെമ്പററി പ്രൊജക്റ്റ് മെമ്മറി, അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ്, പിന്നെ അതിൽ യൂസ് ബർപ്പ് ഡീറ്റെയിൽസ്, എന്നിട്ട് ബർപ്പ് സ്റ്റാർട്ട് ചെയ്യാം.
എല്ലാവരും ബർബ് സ്യൂട്ട് ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ടെസ്റ്റ് ചെയ്ത് തരാം പ്രോക്സിന്റെ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എഡിജും ഈ ബർബ് സ്യൂട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പ്രോക്സി സെറ്റിംഗ്സിൽ ഈ പ്രോക്സി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഇതിൽ പ്രോക്സി പോയിട്ട് അതിൽ പ്രോക്സി സെറ്റിംഗ്സ് എടുത്താൽ അതിലിവിടെ അത് ഇതുണ്ടാവില്ല. ഐ മീൻസ് ഈ ഒരു IP അഡ്രസ് ഇതിൽ ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി IP അഡ്രസ്. ഓക്കെ, 127.0.0.1. എന്നിട്ട് ഇതില് ഈ ഒരു ഇമ്പോർട്ട്, ഈ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എഡിജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇതിലൊരു ഈ DER ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഡിജിന്റെ ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ജസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ മാനേജ് സർട്ടിഫിക്കറ്റ്സിൽ മാനേജ് ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റ് ഫ്രം വിൻഡോസ്. ഇതിൽ 3 ഓപ്ഷൻ ഇല്ല. ഈ അതർ പീപ്പിളിലും ഇന്റർമീഡിയറ്റ് സർട്ടിഫിക്കറ്റ് ട്രസ്റ്റഡ് ടൂൾ സർട്ടിഫിക്കറ്റ്സിലും ഇത് ഇമ്പോർട്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ അത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചതുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു എക്സ്റ്റൻഷൻ കൂടി ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. പ്രോക്സി എന്നാണ് എക്സ്റ്റൻഷന്റെ നെയിം. ഇതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതിൽ സൈഡിൽ കാണിക്കും, ഇതിലിങ്ങനെ ഒരു ഐക്കൺ വരും. അതിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്നിട്ട്, ഇല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടൊരു തംസപ്പ് ഇടും.
ജാസിൽ റെഡി അല്ലേ? ചെയ്ത് ഇതുവരെ എത്തി? ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല, എന്നിട്ടോ. ഓക്കെ ഓക്കെ ജാഫർ, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഫോക്സി പ്രോക്സി നമ്മൾ എഡ്ജിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്ജിൽ ഫോക്സി പ്രോക്സി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ സൈഡിൽ കാണിക്കും ഒരു ഐക്കൺ പോലെ, ഫോക്സി പ്രോക്സിന്റെ ഐക്കൺ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് പോലെ ഇതിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ പ്രോക്സി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം പ്രോക്സി ആഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇവിടെ ആഡ് ബട്ടൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആഡ് ബട്ടൺ ചെയ്തിട്ട് നെയിം എന്താണ് കൊടുക്കുക, നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുത്താലും കുഴപ്പമില്ല. ഹോസ്റ്റ് നെയിം 127.0.01 പോർട്ട് 8080 ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സേവ് ചെയ്യാം. ചെയ്യുന്ന ജാസില് ഓക്കെ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുവരെ ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാലും വോയിസ് ഓൺ ആക്കണമൊന്നുമില്ല, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് വെബ്സൈറ്റ് നമ്മളിത് ചൂസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് പോലെയാണിത്. ടെസ്റ്റ് PHP വൾനറബിൾ
വൾനറബിലിറ്റി ആണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ അടിച്ചിട്ട് ഒന്ന് ലോഡ് ചെയ്താൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് പോലെ കിട്ടും. അപ്പൊ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇതാ നമ്മൾ പറഞ്ഞ് ഇതിൽ വെബ്സൈറ്റ് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ പ്രോക്സി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോക്സിയിൽ ആകെ ഒരു 3 ഓപ്ഷനേ ഉള്ളൂ. ഇന്റർസെപ്റ്റ് ഓൺ ചെയ്യുക, അത് എന്നിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാം, അതിലുള്ള കുക്കീസിലായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇതിലുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇന്റർസെപ്റ്റ് ഓൺ ആക്കി ഇതിൽ ഈ ഒരു ഫോക്സി കൂടിയും എനേബിൾ ചെയ്താൽ അപ്പൊ നമ്മൾ ആ വെബ്സൈറ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇപ്പൊ ഞാനിപ്പോ സൈൻ അപ്പ് ചെയ്തപ്പോ ഇത് കംപ്ലീറ്റ്ലി ലോഡ് ആയിട്ടില്ല, ഇപ്പോഴും ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിവിടെ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു. അതിൽ പോകുന്ന പ്രോക്സീസ്, അതിൽ പോകുന്ന റിക്വസ്റ്റുകൾ നമ്മളിലേക്ക് വന്നിട്ടാണ് പിന്നെ അതിൽ സെർവറിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ ഇത് ഇവിടെ ലോഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിപ്പോ ഞാൻ ഇവിടെ ഇന്റർസെപ്റ്റ് ഓഫ് ചെയ്താൽ ഇത് സാധാ പോലെ സൈനപ്പിന്റെ ഓപ്ഷനോട്ട് വരും. ഇത് എന്നിട്ട് ഞാൻ ഫോർവേഡ് ചെയ്താൽ ഇതിലുള്ള എല്ലാം ഫോർവേഡ് ചെയ്യാം. ഇപ്പോ എന്താ ഇതുവരെ ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അതോ ചെയ്യുന്നുണ്ടോ, എന്താണ് ഒരു അപ്ഡേറ്റ് തന്നാൽ ജാസിലെ പോലൊന്ന് ഇന്ററാക്റ്റീവ് ആയി നമുക്ക് സെഷൻ ഒന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് നന്നായിട്ട്. എന്താണ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും? അപ്പൊ നമ്മള് ഇതുവരെ എത്തിയത് നമ്മള് ഇതിലുള്ള എല്ലാ റിക്വസ്റ്റുകളും നമ്മൾ ഫോർവേഡ് ചെയ്താൽ, അപ്പോൾ ഇതിൽ നമുക്ക് ഞാനിവിടെ ലോഗിൻ ചെയ്ത് ഇവിടെ നമ്മളെ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്താൽ ഇവിടെ നമുക്ക് ഇതിൽ വരും. ഐ മീൻസ് ഇപ്പൊ ഈ യൂസർ ഇൻഫോ ആണ് ക്രെഡൻഷ്യൽ ഇൻഫോ ആയിട്ട് കൊടുത്തത്. അപ്പൊ അതില് ഇതാണ് നമുക്ക് കിട്ടിയ യൂസർ നെയിം, ടെസ്റ്റ് പാസ്വേഡ് ഇങ്ങനെ. അപ്പോ ഇതാണ് പ്രോക്സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നമ്മളിപ്പോ ഒരു ഓപ്ഷൻ, ഇപ്പോൾ സപ്പോസ് ഇപ്പൊ ഞാനിവിടെ സൈനപ്പ് കൊടുത്ത പോലെ കൊടുത്താൽ ലോഡ് ആവുന്ന പോലെ കാണിക്കും. പക്ഷെ അത് നമുക്ക് അതിലുള്ള പ്രോക്സി IP റിക്വസ്റ്റുകളൊക്കെ വന്നിട്ട് നമുക്ക് അതിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിലുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് ചൂസ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് വെബ്സൈറ്റിന്റെ ഈ പ്രോക്സി ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ബാക്കി ആയിട്ടുള്ള ഇൻക്ലൂഡർ റിപ്പീറ്ററും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണതാണ്. അപ്പൊ ഇതിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാന് ക്ലാസ് എടുക്കും.
ഹലോ, കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ. അപ്പോൾ നമുക്ക് റോഷൻ പറഞ്ഞതുപോലെ റോഷനിപ്പോൾ പ്രോക്സി ടാബിലാണ് നിർത്തിയത്. ഇതിപ്പോൾ അപ്പോൾ ജസ്റ്റ് വേണ്ട അപ്പോൾ പ്രോക്സി ടാബ് എന്താണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്ത്, ഫോർ എക്സാമ്പിൾ സൈനപ്പ് ആ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ബ്രൗസ് ചെയ്താൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വെബ്സൈറ്റിൻ്റെ സെർവറിലേക്ക് പോകുന്നതിന് മുമ്പേ എന്താക്കും, ജസ്റ്റ് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരും. വെബ്സൈറ്റിൽ വന്നിട്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് അല്ലെങ്കിൽ അതെന്തെങ്കിലും എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഫോർവേഡ് കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റിൽ സെർവറിലേക്ക് പോകും. ഇതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത ഇൻട്രൂഡറും റിപ്പീറ്റർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഹലോ, ഇപ്പോൾ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തത് റിപ്പീറ്റർ ടാബ് അതെന്താണെന്ന് അറിയാം. അപ്പോൾ വെബ് സ്യൂട്ടിൽ ഇൻ പ്രോക്സി പോലെ തന്നെ നമുക്ക് ഈ പെനിട്രേഷൻ ടെസ്റ്റിങ്ങിനും വൾനറബിലിറ്റി ടെസ്റ്റിങ്ങിനും ഒരു കീ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ടാബ് റിപ്പീറ്റർ, ഇൻട്രൂഡർ, സീക്വൻസർ, ഡീകോഡറെല്ലാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിപ്പീറ്റർ എന്താണെന്ന് അറിയാം. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതന്നെ എടുത്തു. നമ്മൾ ഈ പുതിയതായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ലോഗിൻ ചെയ്ത്, അപ്പോൾ ഈ ലോഗിൻ ഇൻഫോ നമുക്ക് എന്തായിട്ട് വന്നു, ഇവിടെ റിക്വസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഈ റിക്വസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ആണ്. സെൻട്രി, ഇൻട്രൂഡർ, റിപ്പീറ്റർ, സീക്വൻസ് എന്നുള്ള മാറ്റി. അപ്പോൾ ഇതിൽ സെൻഡ് ടു റിപ്പീറ്റർ അടിച്ചാൽ നമുക്ക് ഈ റിപ്പീറ്ററിൻ്റെ ടാബിൽ ഒരു ഓറഞ്ച് കളർ കാണാം. ഒരു ഓറഞ്ച് കളർ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് റിപ്പീറ്ററിലേക്ക് ആ റിക്വസ്റ്റ് പോയി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ റിപ്പീറ്റർ ടാബ് ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു ജാസിൽ. അപ്പോൾ ഇനി നമുക്ക് റിപ്പീറ്റർ എന്താണെന്നറിയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് എല്ലാം നമുക്ക് ഈ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയുക ടെസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ പ്രോക്സി ടാബ് കൊണ്ട് നടക്കൂല. പ്രോക്സി ടാബിൽ നമുക്ക് ആകെ വരുന്നത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ആ ഫോർവേഡ് എല്ലാം നടക്കും. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഇതെന്തെങ്കിലും ചെയ്യാനെങ്കിൽ നമ്മൾ റിപ്പീറ്റർ ടാബിൽ തന്നെ പോകാം. അപ്പോൾ ഈ റിപ്പീറ്റർ ടാബിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഈ വെബ്സൈറ്റ് കാണാം. പാസ്വേഡ്, ഈ യൂസർ നെയിം ടെസ്റ്റും
പാസ്വേഡ് ഇവിടെ ടെസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഞാൻ ടൈപ്പ് ചെയ്ത പാസ്വേഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം CCCC ആണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് കൊടുത്തിട്ട് സെൻഡ് മതി. അന്നേരം നമുക്ക് ഇവിടെ റെസ്പോൺസ് വരും. ഇവിടെ 302 ഫൗണ്ട്, അതായത് 302 എന്ന് വെച്ചാൽ എററിൻ്റെ ഒരു കോഡായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ പാസ്വേഡ് തെറ്റാന്ന്. എന്നിട്ട് നമ്മൾ ഒറിജിനലായ പാസ്വേഡ് ടെസ്റ്റ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ റെസ്പോൺസ് എന്തായി കറക്റ്റായിട്ട് വന്നു. അതായത് നമ്മൾ ഈ എഡിറ്റ് ചെയ്ത റിക്വസ്റ്റ് കറക്റ്റായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ റിക്വസ്റ്റിൽ എഡിറ്റ് ചെയ്യുന്നതൊന്നും പ്രോക്സിയിൽ മാറില്ല. പ്രോക്സിയിൽ നമ്മൾ സ്റ്റിൽ ഫോർവേഡ് ഓൺ അടിച്ചാൽ ഇവിടെ എന്താവും, ആ വെബ് സെർവറിലേക്ക് പോയിട്ട് തിരിച്ചു വരുവാണല്ലോ ആ റിക്വസ്റ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടി കാണിക്കും. ഏത് സ്റ്റെപ്പാണ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേക്കുക. ടെസ്റ്റ് കോയിൻ ഒന്നും കൂടി ഒന്ന് ഏത് സെൻറ്റർ റിപ്പീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിനിറ്റ്, ഇത് നമ്മൾ ഈ വെബ്സൈറ്റിൽ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത്, അപ്പോൾ ഈ ലോഗിൻ ചെയ്തതിൻ്റെ റിക്വസ്റ്റ് എന്തായി, നമ്മൾ ഈ പ്രോക്സി ഇൻ്റർസെപ്റ്റ് ടാബിൽ വന്നു. ഇതാണ് ആ റിക്വസ്റ്റ്. അപ്പോൾ ആ റിക്വസ്റ്റ് നമ്മൾ ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സാണ്. ആ ബോക്സിൽ പോയിട്ട് നമ്മളെ മൗസ് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ആണ്. സെൻഡ് ടു ഇൻട്രൂഡർ, റിപ്പീറ്റർ സീക്വൻസർ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളത് എന്താക്കുക, സെൻഡ് ടു റിപ്പീറ്റർ ക്ലിക്ക് ചെയ്യുക. ഈ റിപ്പീറ്റർ ടാബ് നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് കളർ കത്തുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ റിപ്പീറ്റർ ടാബിലേക്ക് ഈ റിക്വസ്റ്റ് സെൻഡ് ആയിട്ടാണ്. അപ്പോൾ ഈ റിപ്പീറ്റർ ടാബ് നമ്മൾ നോക്കുമ്പോൾ എന്തായി, ആ റിക്വസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് റിപ്പീറ്റർ ടാബ് എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ പ്രോക്സിയിൽ വരുന്ന റിക്വസ്റ്റ് എല്ലാം എഡിറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി നമുക്ക് ഈ ഇപ്പോൾ അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, എന്തും ആക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രൂട്ട് ഫോഴ്സിൽ ചെയ്യുന്ന പോലെ ഏകദേശം അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പീറ്റർ ടാബിലേക്ക് ഈ റിക്വസ്റ്റ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റിപ്പീറ്റർ ടാബിൽ വന്ന റിക്വസ്റ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇപ്പോൾ ഇവിടെ പാസ്വേഡ് CCC ആണ്. അത് നമുക്ക് മാറ്റാം. നമ്മളിപ്പോൾ BBB അടിച്ച് ഇതിൻ്റെ സെൻഡ് ആക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ റെസ്പോൺസ് വരുന്ന കാണാം. ഈ റെസ്പോൺസ് വെച്ചാൽ പാസ്വേഡ് തെറ്റാണ്, അതായത് ലോഗിൻ ചെയ്യണമെന്ന് 302 ഫൗണ്ട്. അപ്പോൾ നമ്മൾ ഈ BBBൻ്റെ പകരം കറക്റ്റ് പാസ്വേഡായ ടെസ്റ്റ് അടിച്ചു കൊടുത്തിട്ട് സെൻഡ് അടിച്ചാൽ നിങ്ങൾക്ക് എന്താക്കും, കറക്റ്റ് റെസ്പോൺസ് വന്നു. പക്ഷെ ഈ വരുന്ന റെസ്പോൺസ് എന്തായിക്കില്ല, ഈ വെബ്സൈറ്റിൽ മീൻസ് വെബ്സൈറ്റിലേക്ക് പോയിക്കില്ല. ആ വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഈ പ്രോക്സി പോയിട്ട് ഫോർവേഡ് അടിച്ചാലേ പോകും. മീൻസ് ഈ അതായത് പറഞ്ഞാൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ വരുന്ന റിക്വസ്റ്റ് എല്ലാം എഡിറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാത്ത ഒരു ടാബ് വിത്തൗട്ട് എന്താ പറയുക, ആ എഡിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു എന്താ പറയുക, ഈ ഇതില്ല മീൻസ് പ്രോക്സിയിൽ ഇപ്പോൾ ഫോർവേഡ് അടിച്ചാൽ സെർവറിലേക്ക് പോകും. ഒരു ആക്ഷൻ വരാണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടാബാണ്.
നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രൊഫൈൽ വന്ന ഫോളോ ടാബിലേക്ക് പോവാം. ഇൻട്രോഡർ ടാബ് ജസ്റ്റ് മിനിറ്റ്. ഇൻട്രോഡർ ടാബിലേക്ക് നമ്മൾ ആദ്യം ഈ റിക്വസ്റ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ റിപ്പീറ്റർ ടാബിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് എന്തായി നമ്മളിവിടെ വന്ന് ഈ റിക്വസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സെൻഡ് ടു ഇൻട്രൂഡറിലേക്ക് കാണാം. അപ്പോൾ സെൻഡ് ടു ഇൻട്രൂഡർ ക്ലിക്ക് ചെയ്താൽ ഇൻട്രൂഡറിലേക്ക് ആ റിക്വസ്റ്റ് വന്ന്. ഇനി അവന് ഇൻട്രൂഡർ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ റിപ്പീറ്ററിൽ ചെയ്ത പോലെ തന്നെ റിപ്പീറ്ററിൽ ഇപ്പം നമ്മൾ എഡിറ്റ് എല്ലാം നമ്മൾ മാനുവൽ നമുക്ക് എന്താക്കാം, ഓരോരോ പേലോഡ്സും അറ്റാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അറ്റ് എ ടൈം ഈ വെബ് സ്യൂട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്താക്കും ഈ എഡിറ്റ് ചെയ്തോളും, അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്തോളും. അപ്പോൾ അത് എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാ അറിയുന്നതിന് മുമ്പേ ഇതിലെ കുറച്ച് ടേംസ് നിങ്ങൾ അറിയണോ ഈ ഇൻട്രൂഡർ ടാബിലുള്ള. അപ്പോൾ ഫസ്റ്റ് ടേമാണ് പൊസിഷൻസ്. ഈ പൊസിഷൻസ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പൊസിഷൻസ് 3 ഓപ്ഷൻസ് ഉണ്ട്. ആഡ്, ക്ലിയർ, ഓട്ടോ. ഞാൻ ഓട്ടോ ക്ലിക്ക് ചെയ്ത് അന്നേരം നിങ്ങൾക്ക് കാണാം ഈ യൂസർ നെയിമും പാസ്വേഡിലും രണ്ടിലൊരു എസ് പോലത്തെ ഒരു ചിഹ്നം സൈഡിൽ വന്ന്. അതായത് നമ്മൾ ഈ റിക്വസ്റ്റിലുള്ള ചില പാരാമീറ്റേഴ്സ് എന്താണ് നമുക്ക് ഈ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ആണ് ചിലത് നമ്മുടെ റിക്വസ്റ്റിലുള്ള. അപ്പോൾ ആ റിക്വസ്റ്റിലുള്ള നമുക്കിപ്പോൾ ഈ കേസിൽ നമ്മൾക്ക് യൂസർ നെയിം നമുക്കറിയാം, പക്ഷെ പാസ്വേഡ് അറിയില്ല. അപ്പോൾ നമുക്കറിയാത്ത പാരാമീറ്ററാണ് പാസ്വേഡ്. അപ്പോൾ ഈ പാസ്വേഡ് എന്നുള്ള പാരാമീറ്റർ നമുക്ക് മാനുവലി നമ്മൾ ഈ റിപ്പീറ്ററിൽ ചെയ്ത പോലെ ചെയ്യുന്നതിൻ്റെ പകരം മറ്റേ വെബ് സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാണ് വെബ് സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താക്കണം, ഈ പാസ്വേഡിൽ ഈ പാസ്വേഡ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ നമ്മളൊന്ന് പൊസിഷൻ കീ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഓട്ടോ ചെയ്തുകൊണ്ട് ഓട്ടോൻ്റെ ഇതെന്താന്ന് വെച്ചാൽ ഈ റിക്വസ്റ്റിൽ ഉള്ള എല്ലാ എഡിറ്റബിൾ പാരാമീറ്റേഴ്സും ഇവരെന്താക്കും ആഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ കേസിൽ നമുക്ക് യൂസർ നെയിമിൻ്റെ ആവശ്യമില്ല, പാസ്വേഡ് മാത്രം മതി. നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ജസ്റ്റ് ഈ പാസ്വേഡ് ഒന്ന് സെലക്ട് ചെയ്യുന്നത്, എന്നിട്ട് ആഡ് ആക്കുന്നത്. അപ്പോൾ ഈ പാസ്വേഡ് മാത്രം ആഡായി. അപ്പോൾ ഈ പൊസിഷൻ കീൻ്റെ യൂസ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് തംസപ്പ് ഇടുക പൊസിഷൻ കീൻ്റെ മനസ്സിലായെങ്കിൽ. ഇല്ലെങ്കിൽ ആർക്കും ഡൗട്ടില്ലല്ലോ? ഓക്കെ. ഈ പാസ്വേഡ് നമ്മൾ എന്താക്കി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഇനി അടുത്തതാണ് നമ്മൾ എന്താക്കേണ്ടത്, പേലോഡ്സ്. പേലോഡ്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചില വെബ്സൈറ്റുകളിൽ പാസ്വേഡ് എന്താവും, ചിലപ്പോൾ നമ്പേഴ്സ് മാത്രമായിരിക്കും, അല്ലെ ചിലതിൽ ഇപ്പോൾ എന്താ പറയുക ക്യാരക്ടർ ബ്ലോക്സ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചില കേസിൽ എന്താക്കണോ, ഇപ്പോൾ ചില വെബ്സൈറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ചോദിക്കുക, പക്ഷെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല എന്ന് വരും. അപ്പോൾ അത് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ ഡേറ്റ് നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ട് വിചാരിക്കും. നമുക്കിപ്പോൾ പാസ്വേഡ് ടെസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു 10 നമുക്കിപ്പോൾ ഇതായിരിക്കും പാസ്വേഡ് എന്ന് വിചാരിക്കുന്ന ഒരു 10 പാസ്വേഡ് ഉണ്ട് വിചാരിക്കും. അപ്പോൾ ആ പാസ്വേഡ് എല്ലാം നമ്മൾ എന്താക്കും, ഈ പേലോഡിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പേലോഡ് കോൺഫിഗറേഷനിൽ
ഞാനിപ്പോൾ പേലോഡ് ടൈപ്പ് സിമ്പിൾ ലിസ്റ്റ് എടുത്തിട്ടാണല്ലേ. പേസ്റ്റ്, ലോഡ്, റിമൂവ്, ക്ലിയർ, ഡീഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഞാനിപ്പോൾ ഒരു 10 റാൻഡം നമ്പേഴ്സ് ഇങ്ങനെ കയറ്റി കൊടുക്കുന്ന. ഓക്കെ, നമ്മൾ അവസാനത്തതായിട്ട് നമ്മൾ ഒറിജിനൽ പാസ്വേഡ് ടെസ്റ്റും കയറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം കുറേ ഓപ്ഷൻസ് ഉണ്ട് പേലോഡ് കോൺഫിഗറേഷനിൽ. പേസ്റ്റ്, ലോഡ്, റിമൂവ്, ക്ലിയർ, ഡീഡ്യൂപ്ലിക്കേറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ പേസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിൽ അല്ലെങ്കിൽ നോട്ട്സിലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതാണ് പേസ്റ്റ്. ലോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ആടെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലോഡ്. റിമൂവ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും റിമൂവ് ആക്കണം വിചാരിക്കും. ഫോർ എക്സാമ്പിൾ കെ റിമൂവ് ആക്കണം, എന്നിട്ട് നമ്മൾ റിമൂവ് ആക്കിയാൽ ആ കെ പോയി. അതേപോലെ തന്നെ അടുത്ത ഡീഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഡീഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 എണ്ണുണ്ട്, 3ഉം ഒരേ പാരാമീറ്റേഴ്സിൽ ഒരേ ഇതല്ലേ. അപ്പോൾ 3ന്റെ പകരം നമുക്ക് ഒറ്റ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 9 എണ്ണ ലിസ്റ്റാണ്, പക്ഷെ ഒരു 1000 10,000 പാസ്വേഡ് ലിസ്റ്റിൽ നമുക്ക് മാനുവലി എല്ലാം കണ്ടുപിടിക്കൽ ടാസ്ക് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡീഡ്യൂപ്ലിക്കേറ്റ് അമർത്തിയാൽ ആകെ ഒറ്റ എണ്ണായിട്ട് മാറി, 3 എണ്ണുള്ളത് ഒറ്റ എണ്ണായിട്ട് മാറി. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുക. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് ആഡ് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ആഡ് ആക്കാൻ വിചാരിക്കും, ഒരു ടി ആഡ് ആക്കാൻ അല്ലെങ്കിൽ ജെ ആഡ് ആക്കാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അടുത്ത ഞങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം, റിസോഴ്സ് പൂൾ. റിസോഴ്സ് പൂൾ വെച്ചാൽ നിങ്ങൾക്ക് റിസോഴ്സ് പൂളല്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ ഇട്ട് പോയാൽ മതി. അതേപോലെ തന്നെ ഈ സെറ്റിങ്സും അതെല്ലാം നിങ്ങളടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്നൈപ്പർ, ഈ ടൈപ്സ് ഓഫ് അറ്റാക്ക് അറിയണ്ടേ. അതായത് 4 തരം അറ്റാക്ക് ഉണ്ട്. സ്നൈപ്പർ അറ്റാക്ക്, ബാറ്ററിങ് റാം, പിച്ച് ഫോക്കും, ക്ലസ്റ്റർ ബോംബും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ സ്നൈപ്പർ അറ്റാക്ക് ഉപയോഗിക്കാം, കാരണം ബാക്കിയെല്ലാം ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു സിംഗിൾ പാരാമീറ്റർ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ പാരാമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ സ്നൈപ്പർ അറ്റാക്ക് ആക്കിയിട്ട് സ്റ്റാർട്ട് അറ്റാക്ക് അമർത്തിയാൽ എന്താവും, നിങ്ങൾക്ക് കാണാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് കൊടുത്ത എല്ലാം ഇവിടെ എന്താക്കിനി അറ്റാക്ക് ചെയ്തിന്. പക്ഷെ അതിലിപ്പോൾ സ്റ്റാറ്റസ് കോഡ് ഒക്കെ ഇങ്ങനെ കാണാം എല്ലാം 302, പക്ഷേ ടെസ്റ്റ് മാത്രമേ 200 ഉള്ളൂ. ഈ 302 എന്ന് വെച്ചാൽ എററും, 200 വെച്ചാൽ അതാണ് പാസ്വേഡ്, ഒറിജിനൽ പാസ്വേഡ് അതാണ് കാണിക്കുക. ഇത് ഇപ്പോൾ ലെങ്ത് നോക്കിയാലും തരും. ഇതെടുത്തിട്ട് റെസ്പോൺസിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഈ ടെസ്റ്റിൻ്റെ റെസ്പോൺസ് എടുത്താൽ നിങ്ങൾക്ക് ഇതിൽ കാണാം ഇതാണ് ഒറിജിനൽ പാസ്വേഡ്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്ത് ഡൗട്ടെങ്കിലും ചോദിച്ചോ, എത്ര ആൾ വാട്ടിങ് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു തംസ് അപ്പ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരും ഒന്നും പറയാത്ത സ്ഥിതിക്ക് കണ്ടിന്യൂ ചെയ്യുന്ന. ഓക്കെ, ഇൻട്രൂഡറും റിപ്പീറ്ററും പറഞ്ഞ് നമുക്കിനി അടുത്ത് സീക്വൻസർ നിങ്ങൾക്ക് ഇപ്പോൾ ബിഗിനർ ലെവലിൽ ഇപ്പോൾ അത്ര ആവശ്യമില്ല, കാരണം ഇത് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത രീതിയിൽ വരുന്ന ക്ലാസ്സിൽ സീക്വൻസറിനെ പറ്റി ഡീപ്പായിട്ട് പറഞ്ഞിരുന്നിരിക്കും. നമ്മളടുത്ത ഡീകോഡറിലേക്ക് പോവാം. അപ്പോൾ ഈ ഡീകോഡർ ടാബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഈ റിക്വസ്റ്റിൽ പാസ്വേഡ് കറക്റ്റ് നമ്മളെന്നാ സിമ്പിൾ ടെക്സ്റ്റിലാണ് വന്നത്. പക്ഷെ ചില വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ റിക്വസ്റ്റ് നമ്മൾക്കിപ്പോൾ വരുമ്പോൾ പാസ്വേഡ് എല്ലാം വേറെ ഏതെങ്കിലും ഫോർമാറ്റിൽ എൻകോഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻകോഡ് ചെയ്ത സാധനം ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുക, ഈ ഡീകോഡർ ടാബ് ഉപയോഗിക്കുക. ജസ്റ്റ് ഒരു കാണിച്ചാൽ ഞാനിപ്പോൾ ടെസ്റ്റ് തന്നെ
ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം. ഡി കോഡും എൻ കോഡും എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാം. ഞാനിപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ പ്ലെയിൻ ടെക്സ്റ്റ് base64 ഫോർമാറ്റിലേക്ക് എൻകോഡ് ചെയ്ത്. അപ്പോൾ ഇനി ഈ നമ്മളെ ഇതിൽ നമ്മൾ ഈ പ്രോക്സി നമുക്ക് വന്ന റിക്വസ്റ്റിൽ നമ്മളെ ഒറിജിനൽ പാസ്വേഡ് ഉണ്ടെങ്കിലോ ഞാൻ എൻകോഡ് ചെയ്ത് മറ്റേ bit64 പാസ്വേഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇനി എന്താക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു റിക്വസ്റ്റിൽ എന്താ ഉള്ളത്, പാസ്വേഡ് വേറെ ഏതോ ഒരു ഫോർമാറ്റിൽ എൻകോഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ടെക്സ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ നമ്മളിത് ഡീകോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെൻഡ് ടു ഡീകോഡർ ആക്കിയാൽ ഡീകോഡറിലേക്ക് കളർ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ റിക്വസ്റ്റ് ഇവിടെ വന്നിന്. അപ്പോൾ ആ റിക്വസ്റ്റിൽ നമുക്കിപ്പോൾ പാസ്വേഡ് അറിയണ്ടേ. അപ്പോൾ പാസ്വേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പാസ്വേഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡീകോഡ് ആസ് നമ്മൾ base64 അല്ലേ കൊടുത്തത്. അപ്പോൾ base64 കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെസ്റ്റ് എന്ന രീതിയിൽ വന്ന്. പക്ഷേ നമ്മളിപ്പോൾ base64 ഒരു URL കൊടുത്താൽ അതെന്തായി base64 ഫോർമാറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളത് ഡീകോഡ് ആസ് base64 എന്ന് കൊടുത്താൽ മാത്രം ഇത് ഹെക്സ് ഫോർമാറ്റിലുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിൽ മാറ്റുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്സ്റ്റ് കറക്റ്റ് വന്ന്. അപ്പോൾ ഡീകോഡർ ടാബ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത നിങ്ങൾക്ക് കമ്പാരർ എന്ന് പറഞ്ഞ ടാബ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡീകോഡർ എല്ലാവർക്കും മനസ്സിലായിട്ടേ, എല്ലാവർക്കും ഡീകോഡർ മനസ്സിലാക്കിണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ആരും ഒന്നും പറയാത്ത സ്ഥിതിക്ക് കണ്ടിന്യൂ ചെയ്യുന്ന. ഓക്കെ, താങ്ക് യു ജാസിൽ, താങ്ക് യു. അപ്പോൾ കമ്പാരർ ടാബ് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റ് ഉണ്ട് വിചാരിക്കും. ഇപ്പോൾ ഈ റിക്വസ്റ്റ് ഞാനിപ്പോൾ കമ്പാരറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ ഇൻക്ലൂഡിൽ നമ്മൾ കയറ്റിയ റിക്വസ്റ്റ് ഇല്ലേ, ഇതും ഞാൻ കമ്പാരറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ 2 റിക്വസ്റ്റ് ഉണ്ട് കമ്പാരറിൽ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടെ ഒരു കമ്പയർ ബൈ വേർഡ്സും ബൈ ബൈറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൈ വേർഡ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് 2 റിക്വസ്റ്റ് തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് കമ്പയർ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. എനിക്ക് വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷേ വളരെ ലെങ്തി ആയിട്ടുള്ള റിക്വസ്റ്റുകളിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് റിക്വസ്റ്റ് നമുക്കിത് ചിലപ്പോൾ വന്നു വരില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കമ്പാരർ ടാബ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നിങ്ങൾക്ക് എക്സ്റ്റൻഷൻസ് പറഞ്ഞുതരാം. എക്സ്റ്റൻഷൻസ് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചില വെബ്സൈറ്റിലല്ലോ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഫോക്സി പ്രോക്സി എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്താക്കാൻ പറ്റിയത്, നമ്മൾ ഈ വെബ്സൈറ്റും വെബ്സൈറ്റും തമ്മിൽ നമുക്ക് എന്താക്കാൻ പറ്റിയ കണക്ട് ചെയ്യാൻ പറ്റുക. അതേപോലെ നമ്മൾ ഈ എത്തിക്കൽ ഹാക്കിങ്ങിനും പെനിട്രേഷൻ ടെസ്റ്റിങ്ങിനും നമ്മുടെ വെബ്സൈറ്റിന് ഉപകാരപ്രദമായ ചില ഇതുണ്ടാവും, ചില എക്സ്റ്റൻഷൻസ്. അത് നമുക്ക് ചില ടൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് എക്സ്റ്റൻഷൻസ്. അപ്പോൾ ഇതെങ്ങനെ ആഡ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ബി ആപ്പ് സ്റ്റോർ എന്നുണ്ട്. ഇവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് എക്സ്റ്റൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ സെലക്ട് ആക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണാം. ഇൻസ്റ്റാൾ ആകുമ്പോൾ ഇൻസ്റ്റാൾ, അത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് വലിയ അതിൽ വലിയ തലവേദനയില്ല. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ബിഗിനർ ലെവലിൽ ആവശ്യമുള്ള എല്ലാ ടാബ്സുകളും എല്ലാം ഞാൻ പറഞ്ഞതിന് ഞാൻ ഇവിടെ പിന്നെ റോഷൻ പ്രോക്സി ടാബും പറഞ്ഞതിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ
ഒരു ബിഗിനർ ലെവൽ വേർബ് സ്യൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. വേർബ് സ്യൂട്ട് ഇപ്പോൾ എന്താണെന്നും അത് വെച്ച് എന്താ ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ആരെങ്കിലും ഒരാളൊന്ന് അതേപോലെ തന്നെ നമ്മളെ ക്ലാസ്സിൽ സപ്പോർട്ട് ചെയ്ത ജാസിലിന് ഭയങ്കര ഒരു താങ്ക്സ് പറയുന്നു. അത് ജാസിലിനെ പോലെ ബാക്കി എല്ലാവരും ഒന്ന് ഉഷാറായെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കിയാലും ക്ലാസ്. അപ്പോൾ ആർക്കും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാളേഷനിൽ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ഡൗട്ട് ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. അപ്പോൾ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ആർക്കും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. കാരണം നിങ്ങളൊരു 1 മണിക്കൂർ ടൈമാണ് സ്പെൻഡ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ വരുന്ന ക്ലാസ്സിലെല്ലാം ആക്റ്റീവായിട്ടിരിക്കുക. താങ്ക്സ്. നോക്കാം.